പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഞായറാഴ്ച ഗാസയിലെ റാഫ പ്രദേശത്ത് അമവാസി ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് സുരക്ഷിതമായ കേന്ദ്രമെന്ന് ഇസ്രായേൽ പറയുകയും അങ്ങോട്ട് ആളുകൾ മാറി താമസിക്കുകയും ചെയ്ത സ്ഥലത്താണ് ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് 40ഓളം ആളുകൾ മരിച്ചുവെന്ന് ഹമാസ് പറയുന്നു. അതിൽ താഴെയാണ് 29 ആണെന്ന് പല മാധ്യമങ്ങളും പറയുന്നു. അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് മരിക്കപ്പെട്ടുള്ളത്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളം പ്രകടനങ്ങൾ നടക്കുകയും ഓൾ ഐസ് ടു റാഫ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും സേവ് റാഫ എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും ലോകത്ത് ജിഹാദി സപ്പോർട്ടേഴ്സ് സമരങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വസ്തുതയിലേക്ക് നമ്മളൊന്ന് കടക്കണം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു ബോംബാക്രമണം നടത്തിയതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ടെൽ അവീവ് എന്ന് പറയുന്ന പഴയ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ സിറ്റിയും അവരുടെ എക്കണോമിയുടെ കേന്ദ്രവും എന്ന് പറയാവുന്ന ടെൽ അവീവിന് നേരെ ബോംബ് ആക്രമണം നടത്തുകയും റോക്കറ്റ് ആക്രമണം നടത്തുകയും അവിടെ കുറച്ച് ആളുകൾക്ക് പരിക്ക് പറ്റുകയും വീടുകൾ കത്തി നശിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ വാർണിംഗ് സൈൻസ് വന്നപ്പോൾ തന്നെ ആളുകൾ ഓടി അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചതുകൊണ്ട് ഒട്ടേറെ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വീടുകൾ കത്തി നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റീറ്റാലിയേഷൻ എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ ഈ സ്ഥലത്ത് ബോംബിട്ടത്. ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന അവിടെ 2 പ്രധാന ഹമാസ് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു. ആ ടാർഗറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഇതിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ഇസ്രായേൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തീ പടർന്നതെന്നും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നും. ഇസ്രായേൽ ഇട്ടിരിക്കുന്ന ബോംബിനെ സംബന്ധിച്ച് ഈ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞതനുസരിച്ച് ബ്രിട്ടനിലെ ഗാർഡിയൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഡെബ്രീസ് ഫിൽമഡ് അറ്റ് ദ സ്ട്രൈക്ക് ലൊക്കേഷൻ. It said the debris come from a CBU-39, a bomb designed and manufactured in the US. American officials have been pushing Israel to use more of this type of bomb, which they can reduce civilian casualties. ഇത് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ബോംബ് വീണ സ്ഥലത്തെ ഡെബറീസിൽ പരിശോധന നടത്തിയപ്പോൾ അതിന്റെ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ അത് GBU-39 എന്ന് പറയുന്ന അമേരിക്കൻ മെയ്ഡ് ബോംബാണിത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ GBU-39 ബോംബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ട് ഇടാവുന്ന ചെറിയ ബോംബുകളാണ്. അതിന് അമേരിക്ക തന്നെ ഇത് ഇസ്രായേലിനെ പുഷ് ചെയ്തു, ഇത്തരം ബോംബുകളെ ഉപയോഗിക്കാവുള്ളൂ എന്ന്. ഈ പറയുന്ന റാഫയിൽ ഇത്തരം ബോംബുകൾ, കാരണം ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ഈ റാഫ എന്ന് പറയുന്നത്. അവിടെ വളരെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ബോംബുകളെ ഉപയോഗിക്കാവുള്ളൂ അമേരിക്ക തന്നെ നിഷ്കർഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോംബ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ അമേരിക്ക പറയുന്ന കാരണം ഇത് ദേ ക്യാൻ റെഡ്യൂസ് സിവിലിയൻ കാഷ്വാലിറ്റി. ഇത് ഒരു സാധാരണക്കാരുടെ മരണം ഒഴിവാക്കാൻ ഈ ബോംബിന് കഴിയും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതിനൊരു ചെറിയ പ്രിസൈസ് ഏരിയയിലാണ്, വളരെ പ്രിസൈസ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ഏരിയയിലാണ് ഇതിന്റെ എഫക്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ബോംബ് ഇട്ടതിന് ശേഷം പിന്നീട് ഈ GBU-39 എന്ന ബോംബ് ഇട്ടതിന് ശേഷം പിന്നീട് തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. ആ തീ പടർന്നു പിടിച്ചതിന്റെ കാരണം പറയുന്നത്, ഒന്നെങ്കിൽ അവിടെ ഈ ആമിനേഷൻസ്, അതായത് ഹമാസിന്റെ ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ ആയുധപ്പുരയോ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് തീ പടർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പൊ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ഏരിയയിൽ, ജനസംഖ്യ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഏരിയയിൽ എന്തുകൊണ്ടാണ് ഹമാസ് കൊണ്ട് ഇത്തരം ആയുധങ്ങൾ ശേഖരിച്ചത്? അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത്തരം ബോംബിങ്ങൾ ഉണ്ടായാൽ തീ പടർന്നു പിടിക്കുമെന്നും ആളുകൾ മരിക്കുമെന്നും അതിന്റെ വിക്ടിം കാർഡ് ഇറക്കി ആ സഹതാപം കാണിച്ച് ലോകത്താകമാനം ഇസ്രായേലിനെതിരായിട്ടുള്ള ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് ഈ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ ടെൽ അവീവിലേക്ക് ഒരു ബോംബ് കൊണ്ടിട്ടത്? അവിടെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇസ്രായേലി ജനങ്ങളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ആ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പൊ റാഫ ആക്രമിച്ചതിനെതിരായിട്ടാണ് അവർ ആ ബോംബ് ഇട്ടതെന്നാണ് പറഞ്ഞത്.
20ഓളം ആളുകൾ അവർ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്. അത് വളരെ ഭീകരമായിട്ട് ഇസ്രായേൽ കടന്നു കയറി, അവിടുത്തെ കിബൂട്ട്സിൽ കടന്നു കയറി അവിടെ സമാധാനപരമായ രാത്രിയിൽ കടന്നിറങ്ങിയ മനുഷ്യരെ കൊല്ലുകയും ഇൻഡിസ്ക്രിമിനേറ്ററി ഫയർ അഗൻസ്റ്റ് ദ സിവിലിയൻസ് അങ്ങനെ കൊല്ലുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും കുഞ്ഞു കുട്ടികളെ വരെ അവിടുന്ന് 3 വയസ്സുള്ള കുട്ടികളെ വരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തരം നികൃഷ്ടവും നീചവുമായ പ്രവൃത്തി ചെയ്തതിന്റെ പരിണതഫലമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിക്കേണ്ടി വന്നത്. ഇസ്രായേൽ എന്ന ഒരു രാജ്യത്ത് ഇപ്പോഴും ലോകത്ത് അവർ ആകെ 1,60,00,000 ആളുകളേ ഉള്ളൂ. അതിൽ 70 ലക്ഷം ആളുകളെ ആകെ ഇസ്രായേലിലുള്ളൂ. ഇത്രയും ചെറിയ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യരോട് ഈ ലോകത്തെ രണ്ടാമത്തെ ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഇസ്ലാമിക ജനവിഭാഗം കാണിക്കുന്ന ക്രൂരത എത്രമാത്രം ഭീകരമാണ്. സേവ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ലോകത്ത് ഉയരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ടൈനി മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തോട് ഇത്ര ക്രൂരമായി പെരുമാറാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുക, അവരെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് ആധുനിക ലോകത്തിന്റെ മാനവികതയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് സേവ് ഇസ്രായേൽ എന്നുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഉയരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് ഇവര് ഇതേപോലെ ഒരു സ്ട്രാറ്റജിയിലൂടെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. അവര് ഹോസ്പിറ്റലിന്റെ നേരെ ഇസ്രായേൽ ബോംബിട്ടു എന്ന് പറഞ്ഞ് 500ഓളം ആളുകൾ മരിച്ചു എന്ന് വ്യാപകമായി പ്രചരണം നടത്തി. യഥാർത്ഥത്തിൽ ഇവര് എറിഞ്ഞ പടക്കം, ഇവര് തൊടുത്തുവിട്ട പടക്കങ്ങളാണ് ആ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ വീഴുകയും അവിടെ കിടന്ന വണ്ടികൾ തീപിടിക്കുകയും അത് പടരുകയും ചെയ്താണ് ആളുകൾ മരിച്ചതെന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷനിൽ കാണാനിടയായി. ഇവർ ഹോസ്പിറ്റലിനുള്ളിലും അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് കേൾക്കുന്നത് ഈ UN-ന്റെ ബാഗുകൾക്കുള്ളിൽ പോലും ബോംബുകൾ നിറച്ചു വെക്കുന്നു. ആ ബോംബുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം UN-ന്റെ സാധനമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആക്രമണം ഉണ്ടാകില്ല. കാരണം UN-ന്റെ സാധനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ പാടില്ല. അതുകൊണ്ട് UN-ന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നു. UN-ന്റെ ബിൽഡിങ്ങുകളിൽ ഈ സാധനം കൊണ്ടുവയ്ക്കുന്നു, ബോംബുകളും ആമിനേഷൻസും കൊണ്ടുവയ്ക്കുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ടണലുകൾ സൃഷ്ടിക്കുന്നു. അതുപോലെ ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഇവർ ഇത്തരം ആയുധശേഖരണം നടത്തുന്നു. ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ കാഷ്വാലിറ്റീസിന്, ഈ പറയുന്ന അപകടങ്ങൾക്കെല്ലാം ഇസ്രായേലിന്റെ മേൽ കുറ്റപ്പെടുത്താനും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും, പണ്ട് ജൂതനെ എങ്ങനെയാണോ, പണ്ട് ജൂതനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്ന് ഹിറ്റ്ലർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമൂഹം അവർക്ക് നേരെ ക്രിസ്ത്യൻ കുട്ടികളെ കൊന്ന് അവരുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഓടിച്ചിട്ട് കൊന്നു. അതുപോലെ ലോകത്താകമാനം ജൂതനെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നു. അവൻ ലോകത്ത് ആരെയും ആക്രമിക്കപ്പെട്ടതായിട്ട് അറിയില്ല. പക്ഷേ അവന്റെ ഗെറ്റോസിൽ കയറി അവനെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ഈ ഗെറ്റോസുകൾ പലരും കാണാനും ഇവന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ലോകത്തിൽ 12 ലക്ഷം ജൂതന്മാരെ കൊന്നതിൽ ഭൂരിപക്ഷത്തെയും കൊന്ന ഈ ഓട്സ്വിച്ചും അതോടൊപ്പം പിന്നെ ബെർക്കിനോ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കാണാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായും അവരെപ്പറ്റി വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ, ഞാൻ ഇസ്രായേലിൽ സന്ദർശിച്ചപ്പോൾ അവരെപ്പറ്റി വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് അവരുടെ ഭാഗത്തും ചില നീതിയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇസ്രായേൽ അവരുടെ സർവൈവലിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അവർക്ക് നിവൃത്തികേട് കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഈ നിവൃത്തികേടിലേക്ക് അവരെ കൊണ്ടേ എത്തിച്ചാണ്. ഇതിന്റെ ചരിത്രം 100 പ്രാവശ്യം പറഞ്ഞു പോയതാണ്. എങ്കിലും ഒന്നുകൂടി പറയാണ്. 1948 UN 2 സ്റ്റേറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്ന് ഇസ്രായേലിനായിരുന്നു. ഇസ്രായേൽ ആ സ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ തരിച്ചു കിടന്ന ഭൂമിയെ സമ്പന്നമാക്കി അവരവിടെ ലോക നിലവാരമുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തപ്പോൾ തൊട്ടിപ്പുറയെ സ്റ്റേറ്റ് പ്രഖ്യാപിച്ച ആളുകൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയും അവരുടെ ഭൂമി പിന്നീട് ആ പറഞ്ഞ സ്ഥലങ്ങൾ ഈ പറഞ്ഞ ഈജിപ്തും ജോർദനും വിഭജിച്ചെടുക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രൂപം കൊള്ളുകയും അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അവരുടെ ഭൗതികമായ ശേഷി കൊണ്ട് അവർ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ അസഹിഷ്ണുതയിൽ നിന്നുകൊണ്ട് ആണ് ഇവർക്കെതിരെ ആക്രമണം. ഇത് മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ജൂതൻ എന്ന് പറഞ്ഞ അവന്റെ അവസാന ജൂതനെ കൊല്ലുന്നിടം വരെ ലോകം നിലനിൽക്കുന്നു, അവസാന ജൂതനെ കൊന്നിട്ടേ ഉള്ളൂ ലോകം അവസാനിക്കുള്ളൂ എന്നുള്ള മതവൈര്യമാണ് യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവം നിങ്ങൾ പരിശോധിച്ചു. ഇത് പറയാതിരുന്നതല്ല, നമ്മൾ കൊല്ലപ്പെടുമെന്ന് ഉദ്ദേശിച്ചത് പറയാതിരുന്നതല്ല. ഇസ്ലാമിന്റെ ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ഇന്നിപ്പോ പാകിസ്ഥാനിലെ അവസ്ഥ തന്നെ, അവിടുത്തെ ക്രിസ്ത്യൻസിന്റെ അവസ്ഥ തന്നെ. അസർബൈജാൻ ഇന്നിപ്പോ ലേറ്റസ്റ്റ് ന്യൂസ് വന്നേക്കുന്നു. അസർബൈജാൻ ആ പറഞ്ഞ അർമേനിയൻ ജനവിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന മലമ്പ്രദേശത്തെ മുഴുവൻ കുടിയൊഴിപ്പിക്കുകയും അത് അവരുടെ സ്റ്റേറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെതിരായി ഇപ്പോൾ അവിടെ അർമേനിയയിൽ നിന്ന് പ്രകടനം നടന്നുണ്ട്, വലിയ പ്രകടനം നടന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 1.5 ലക്ഷം ആളുകളെ 1,20,000 ആളുകളെയാണ് അടിച്ചോടിച്ചത്. മനസ്സിലായോ? അവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ജീവിച്ച ജനസമൂഹത്തെ
ഇനി അർമേനിയൻ കൂട്ടക്കൊല ഈ ടർക്കിയിൽ നടന്ന നമ്മൾ അന്വേഷിച്ചാൽ ന്യൂനപക്ഷം ഇവരുടെ ഭൂരിപക്ഷ നാട്ടിൽ എവിടെയാണോ അവിടെയെല്ലാം അവരെ അനിഹിലേറ്റ് ചെയ്യുന്ന, അവരെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയാണുള്ളത്. ഇപ്പം നമ്മൾ കാശ്മീരിൽ നോക്കിയാൽ, അതുപോലെ തന്നെ മലബാർ കലാപം നോക്കിയാൽ, ഈ മലബാർ കലാപത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഈ ഹിന്ദു എന്നുള്ള ഒരു നാമത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. ക്രിസ്ത്യൻ ഹിന്ദു എന്ന് പറഞ്ഞ നാമത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ അവരെ നിർബന്ധിതമായി കൺവേർഷനും ശ്രമിച്ചുള്ളൂ. ആ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നേരെ ക്രൂരമായ ആക്രമണവും അതോടൊപ്പം തന്നെ അവരെല്ലാം നിർബന്ധിതമായി മതപരിവർത്തനത്തിന് ശ്രമിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാ സ്ഥലത്തും ഈ ഭൂരിപക്ഷ മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഏത് പ്രദേശത്തും ഈ വർഗീയവാദികളുടെ കയ്യിലേക്ക് അവരുടെ അധികാരം വഴുതിപ്പോവുകയും അതിനുശേഷം അവർ നടത്തുന്ന കൂട്ടക്കൊലകൾ ഇപ്പൊ നമുക്ക് ലോകത്തെല്ലാ സ്ഥലത്തും കാണാം. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അതുപോലെ തന്നെ അർമേനിയ ആണെങ്കിലും ഈ പറഞ്ഞ കാശ്മീർ ആണെങ്കിലും മലബാർ കലാപമാണെങ്കിലും ഈ പറയുന്ന ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് കാണാം. ഇതേ മാനസികാവസ്ഥയാണ് ജൂതനോടുള്ളത്. ജൂതൻ എന്ന് പറയുന്നത് അവരുടെ കോണ്ടിനെന്റിൽ, അവരുടെ പ്രദേശത്ത് ആകെ വ്യത്യസ്തമായ ഒരു രാജ്യം എന്ന് പറയുന്നത് ജൂതരാജ്യമാണ്. ഈ ജൂതരാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനും ജൂതനെ അനിഹിലേറ്റ് ചെയ്യാനും വേണ്ടി ഇവർ നടത്തുന്ന ഈ കപട പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത അന്വേഷിച്ച ആളുകൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഇവരുടെ ചുറ്റുപാടും ഒരു ഒറ്റപ്പെട്ട സമൂഹമായി കടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് പൊളിറ്റിക്കലി യൂതൻ ഇന്ന് നേരിടുന്നത്. അതോടൊപ്പം തന്നെ റിലീജിയസ്ലി അവനെ അനിഹിലേറ്റ് ചെയ്യാൻ, അവനെ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപന നയമാണ്. ഇവിടെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ പറയുന്ന ഓൾ ഐസ് ടു റാഫ എന്ന് പറഞ്ഞ് ടാഗ് ഇട്ട് പ്രചരണം നടന്ന ആളുകൾ പറയേണ്ടത് ആദ്യം റിലീസ് ദ ഡിറ്റൈനീസ് എന്നാണ് ആദ്യം പറയേണ്ടത്. ഫസ്റ്റ് റിലീസ് ദ ഡിറ്റൈനീസ് എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? കാരണം ഇസ്രായേലിന്റെ 130ഓളം ആളുകളെ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ട് അവരെ ഭൂഗർഭാറകളിലിട്ട് റേപ്പ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോകളാണ് പുറത്തു വന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം വരുന്ന മനുഷ്യത്തോട് എന്തെങ്കിലും മനുഷ്യത്തുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് അവരുടെ ഡിറ്റൈനീസിനെ റിലീസ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം, ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടനകൾ, ഏതെങ്കിലും ഒരു ജിഹാദികൾ ഇത് പറയുന്നുണ്ടോ? ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഭൂഗർഭ അറയിൽ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകളെ റിലീസ് ചെയ്യണമെന്ന് ആരും പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് പറയുന്നില്ല? ആദ്യം അത് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്? ഇസ്രായേലിന്റെ നിവൃത്തിയോടുകൊണ്ട് അവർ യുദ്ധം ചെയ്യുന്നു. ആ നിവൃത്തികേടിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വർഗീയത ലോകത്താകമാനം ഊതിപ്പെരിപ്പിച്ച് ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഒരു സംഘശക്തിയായി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാനും അനിഹിലേറ്റ് ചെയ്യാനും റിവർ ടു സീ എന്ന മുദ്രാവാക്യമാണ് എല്ലാ സ്ഥലത്തും ഉയരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഇതൊക്കെ സത്യസന്ധമായി വിലയിരുത്തണം. റിവർ ടു സീ മുദ്രാവാക്യമാണ്. എന്താണ് റിവർ ടു സീ മുദ്രാവാക്യം എന്ന് പറഞ്ഞത്? ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനത്തെ ഇല്ലായ്മ ചെയ്യും, അവരെ തച്ചുടക്കുകയും അവരെ തകർക്കുകയും നിങ്ങൾ വേറെ എവർ യു സീ യു കിൽ ഹിം എന്നുള്ള മുദ്രാവാക്യങ്ങളാണ്. നിങ്ങളൊരു ജൂതനെ കണ്ട് അവനെ കൊല്ലുക എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യനും ചിന്തിക്കണം. ഇത് ഇസ്ലാമിക വർഗീയവാദത്തിന്റെ ഒരു എരയാണ് ജൂതൻ. ആ ഇസ്ലാമിക വർഗീയവാദത്തിന്റെ എര ആയി നിൽക്കുന്ന ജൂതനെ അവിടെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് സേവ് ജൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ ജൂത സ്റ്റേറ്റിനോടുള്ള വിരോധം. അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ല. ഇവിടെ നിങ്ങൾ ഈ ഹമാസിന്റെ 2 ഡിക്ലറേഷൻസ് എടുത്ത് വായിച്ചു നോക്ക്. അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. അവർക്ക് ഇതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണം. അല്ലാതെ അവിടെ പാലസ്തീൻ ജനങ്ങൾക്ക് ജീവിക്കണം എന്നല്ല അവർ മുദ്രാവാക്യം വരുന്നത്. അവർക്ക് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം. അത് മറ്റ് ഇസ്ലാം വിൽ ഒബിൽട്രേറ്റ് ഇസ്രായേൽ ആസ് ഇറ്റ് ഈസ് ബിഫോർ വാട്ട് ഇസ്ലാം ഡൺ എന്നാണ് അവരുടെ മുദ്രാവാക്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേൽ മറ്റെല്ലാത്തിനും ഒബിൽട്രേറ്റ് ചെയ്തതുപോലെ ഇത് മുമ്പ് ഒബിൽട്രേറ്റ് ചെയ്തതുപോലെ ഇതിനെയും ഇസ്രായേൽ ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഇസ്രായേലിന്റെ മുദ്രാവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് കാര്യം ശ്രദ്ധിക്കുക. ഇത് വളരെ സത്യസന്ധമായ വിഷയം പഠിക്കുക. പഠിച്ചതിനു ശേഷം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുക. നന്ദി. ടോം ജോസ് അടിയമ്പാട്.